ആറ്റിങ്ങൽ CPM-നൊപ്പം നിൽക്കുമോ? കാരണം ദേശീയ തലത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിജയിച്ചു കഴിഞ്ഞു എന്നത് ഔദ്യോഗികമായി തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്ര വോട്ടിന് വിജയിക്കുമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രഖ്യാപനം വരേണ്ടതുണ്ട്. അപ്പോഴും 290 എന്നതാണ്. അതായത് കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ സുരേഷ് ഗോപി മന്ത്രിയായിരിക്കുമെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ 291, 231 എന്ന നിലയിൽ ഇന്ത്യ സഖ്യവും കട്ടയ്ക്ക് പിടിച്ചിപ്പോൾ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ കേരളം ഉറ്റുനോക്കുന്നത് ആറ്റിങ്ങലിലേക്കാണ് ഈ മണിക്കൂറുകളിൽ. ഒപ്പം തിരുവനന്തപുരത്തേക്കുമാണ്. 2 അയൽ മണ്ഡലങ്ങൾ. അതായത് വീണ്ടും അരുണിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. അരുൺ സൂചിപ്പിച്ചതുപോലെ UDF-ന് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. പക്ഷേ നേമത്തെ 7 റൗണ്ട് അടക്കം എണ്ണാനുണ്ട് എന്നത് BJP-യുടെയും പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നില്ലല്ലോ. തീർച്ചയായിട്ടും അരുൺ തുടരാം. തീർച്ചയായും അത് തന്നെയാണ് BJP-യുടെ പ്രതീക്ഷ. നേമവും വട്ടിയൂർക്കാവും ഇനിയും എണ്ണാൻ